so. No, 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 no. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? ഞാനിതാ റബ്ബ് സൈസിൻ്റെ കുഴപ്പമൊന്നുമില്ലാണ്ട് മാഷാഅല്ലാ ഇതിലേ അങ്ങ് പോകുന്നുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ പറ്റില്ല എന്നാണ് കരുതിയത്. എന്താണെന്ന് വെച്ചാൽ സൗണ്ടൊക്കെ ഏകദേശം പോകാനായിട്ടുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെയൊക്കെ പകലെല്ലാം ചെറിയൊരു മൂഡ് ഓഫിൽ തന്നെയാണ്. പിന്നെ അത് മൂഡ് ഓണാക്കി കണ്ടാന്ന് മനുഷ്യന്മാരല്ലേ, ഇടയ്ക്കെല്ലാം അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. പ്രത്യേകിച്ചിട്ട് കാരണമൊന്നും വേണ്ട. പിറ്റേ ദിവസം കൊടുക്കാനുള്ള വീടില്ല, അതുകൊണ്ട് അത് മൂഡ് ഓഫിലായിപ്പോയി. ഞാൻ അല്ലാഹു അക്ബർ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ട് അപ്പം ദുനിയാവിൽ എന്താ ചെയ്യുക? അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഞാൻ യൂട്യൂബിന്. അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയണോ, ഞാൻ ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്താണ് റബ്ബേ, ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല റബ്ബേ. ഞാൻ വിചാരിച്ചു നമ്മളെ കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് അത് തന്നെ ഉണ്ടാവുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതൊന്നും തെറ്റിപ്പോയി ഗൈസ്. ഇപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങി. ഒരു ഫെബ്രുവരി ലാസ്റ്റ് അങ്ങോട്ട് നോമ്പായി. അപ്പോൾ നോമ്പ് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്തായാലും ടയർഡാന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സമയത്തൊന്നും അല്ലാഹുത്താല നമുക്ക് നല്ല ആരോഗ്യം തരാം. അത് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെ അല്ലേ. ആ ദിവസം ഭയങ്കര ആരോഗ്യമായിരുന്നു. പക്ഷേ ഇതെല്ലാം വലിച്ചു കിട്ടിയിട്ട് അങ്ങനത്തോടെ പോകണ്ടേ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴേ ബേജാറാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ 2 വീട് കഴിഞ്ഞാൽ പിന്നെ ഈ അരിയൊക്കെ പിടിക്കുന്ന മില്ലുണ്ട്. അപ്പം നമുക്കത് സുഖമാണ്. ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കാം. പിടിച്ച് കഴിഞ്ഞാൽ രാത്രി ആയാലും കുഴപ്പമില്ല, അത് പോയി വാങ്ങിക്കാം. പക്ഷെ ഇപ്പം അത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ വേറെ അങ്ങോട്ട് കുറച്ച് ദൂരെ മില്ല് തുടങ്ങി കിട്ടും. അതുകൊണ്ട് എന്തായി, ഇത് പൂട്ടിപ്പോയി കിട്ടും. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതെല്ലാം വലിച്ചു കെട്ടിയിട്ട് ഇതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അത് വിചാരിക്കുമ്പം എനിക്ക് തല കറക്കം തന്നെ വരുന്നുണ്ട് റബ്ബേ. എന്താ ചെയ്യുക? എന്തായാലും ഞാനിപ്പോൾ എനിക്ക് വാരത്ത് പോകാനുണ്ട്. അപ്പോൾ ഓന്ന വഴിക്ക് ഞാനിതൊന്നും അവിടെ കൊണ്ടൊക്കെ എടുക്കുന്നേ എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ, എൻ്റെ മോള് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കും. എനിക്കില്ല ഇതെല്ലാം നടന്നിട്ട് അവിടെ വരെ കൊണ്ട് കൊടുക്കണ്ടേ. അല്ലെങ്കിൽ തന്നെ അക്ക് നടക്കാൻ മടിയോ ആണ്. ഇനി നിങ്ങൾ ചോദിച്ച കാര്യത്തിനൊക്കെ റീപ്ലൈ തരാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇടുന്ന വണ്ടി പുറത്ത് കിടക്കാന്ന് പറയുന്നത് ചില്ലറ അതാവുന്നല്ല മക്കളെ. ഇതെല്ലാം ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അല്ലോ, ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ സൂപ്പർ ഡ്രൈവറായി കേട്ടോ. പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. മാഷാ അല്ലാ, അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഞാനിതാ വാരത്ത് പോയി തിരിച്ച് വരുമ്പോഴാണ് ഞാനിവിടെ അരി കൊടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴിയെല്ലാം കാണുന്നത്. ഇതൊക്കെ എൻ്റെ നാട്ടിലുള്ളതാണ്. എനിക്ക് എൻ്റെ നാട്ടിലുള്ള ആളൊന്നും അങ്ങനെ അറിയില്ല ഗൈസ്. അങ്ങനത്തെയാണ് ഞാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, സാലിയ ആ 10 മറിച്ചിട്ടോട്ടെ. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ തമിഴത്തിയാണോ അതെന്താ അപ്പം നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? എൻ്റെ സംസാരം കേട്ടിട്ടാവുമല്ലോ. നിങ്ങൾ എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോസിൽ എടുത്ത് നോക്കിക്കോ. എനിക്ക് അന്നേരം ഒന്നും പറയാൻ കിട്ടൂല. ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഞാനൊരു 3 കൊല്ലമായി. ഏകദേശം ഒരു പിടുത്തം എനിക്ക് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. ഞാൻ കണ്ണൂരാന്നുള്ള കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. കണ്ണൂർ എവിടെയാണെന്നൊന്നും അറിയേണ്ടത് അല്ലേ. എയർപോർട്ട് അറിയില്ലേ, ആ ഭാഗത്തെല്ലായിട്ട് വരും. ഇടയ്ക്കിലൊന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോവാം. അല്ലാതെ ഇന്നും അങ്ങേ ഭാഗത്ത് പോകാൻ നിൽക്കണ്ട. ഇനി കുറച്ച് പേർക്ക് അറിയേണ്ടതാണ് എത്ര കുട്ടികൾ എന്ന്. അത് 2 പെൺകുട്ടികളാണ്. അത് കുറേ പേർക്ക് അറിയാൻ ഞാൻ ഏതെല്ലോ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ചോദിക്കും ആൺകുട്ടികളെ വേണ്ടതെന്ന്. ഇപ്പം നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്നില്ലാന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് സമയം വേസ്റ്റ് ആക്കണ്ടേ. എന്ത് കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ നിൽക്കേ പോവല്ലേ. ഒരു കാര്യം പറയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ല മുട്ട മലയാളി ഉണ്ടാക്കുന്നതെന്ന്. മുട്ടമാലയല്ല കേട്ടാ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് മുട്ടമാലയൊക്കെ. ഇൻഷാ അല്ലാ അതിൻ്റെയൊക്കെ വീഡിയോ കൊടുക്കുക. പിന്നെ ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാര്യം പറയുന്നത്, യൂട്യൂബിലേക്കായിട്ട് ഇങ്ങനെ റെസിപ്പി വീഡിയോ ഒന്നും കൊടുക്കാറില്ല. ഞാൻ എന്താണോ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് അതങ്ങ് കൊടുക്കൽ തന്നെയാണ്. അത് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും. ഇപ്പോൾ മുമ്പൊക്കെ യൂട്യൂബിലായിട്ട് കൊടുക്കുന്നതൊന്നുമില്ല. ഇപ്പം പിന്നെ എത്ര യൂട്യൂബേഴ്സാണ്. യൂട്യൂബറെ കൊണ്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേ ഉള്ളത്. എന്നാലും നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരണേ. മുട്ട കഴിക്കാതെ മക്കളൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ കഴിക്കും, എൻ്റെ മോള് കഴിക്കില്ല കേട്ടോ. അവൾക്ക് അങ്ങനെ എല്ലാം ഒന്നും പറ്റില്ല. എന്താ ചെയ്യറപ്പേ. അപ്പോൾ മുട്ട കഴിക്കാതെ മക്കൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതേപോലെ നല്ല സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്ക്.
അപ്പം മക്കൾ എന്താ ചെയ്യുക, അറിയാണ്ട് അങ്ങ് കഴിച്ചു. ഇത് ഏതാണെന്ന് ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടെന്ന് വിചാരിച്ചിട്ട് കഴിച്ചു പോകും. മുട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ മഞ്ഞ ഒഴിവാക്കാൻ പാടില്ല, രണ്ടും ഒരുമിച്ചിട്ട് കഴിക്കുക. ഒന്നെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കണം, പുഴുങ്ങിയിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ മൊഞ്ചാക്കിയിട്ടെല്ലാം കഴിച്ചാൽ, കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെയെല്ലാം കൊടുത്താൽ വേഗം കഴിക്കും. വലിയ മക്കളെ കൊണ്ടാണ് കഷ്ടപ്പാടല്ലേ, കഷ്ടപ്പാട് തന്നെ. പിന്നെ എന്താന്ന് പറയാനുള്ളത്, ഇനിയാണ് പറയാൻ പോകുന്നത്. പിന്നെ ഒരാൾ ചോദിച്ചാൽ കുക്കിംഗ് വീഡിയോ ആക്കിക്കൂടെയാണ്. വ്ളോഗല്ലേ നല്ലത്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 കഥയെങ്കിലും പറയാം. അതാകുമ്പോൾ 2 റെസിപ്പി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകണ്ടേ. അതൊക്കെ ഇങ്ങനെ വർത്തമാനം പറയാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിലേക്ക് മാറിയത്. ചാനൽ തുടങ്ങിയ പാടുള്ള റെസിപ്പി തന്നെയാണ്. പിന്നെ അതിലൊന്നും ഒരു മാറ്റമില്ല. എപ്പം നോക്കിയാലും 20-22 വ്യൂസേ ഉള്ളൂ. കാരണം വെച്ചാൽ അനങ്ങാറില്ല. എല്ലാവർക്കും കൂടുതൽ പേർക്കും ഇഷ്ടം വ്ളോഗാണെന്ന് പറഞ്ഞു. പിന്നെ ഇനി ആരാ വിളിച്ചിട്ട് ഹോം ടൂറ് അതൊക്കെ കൊടുത്തതാപ്പാ. 1-2 പ്രാവശ്യമെല്ലാം ഹോം ടൂറൊക്കെ കാണിച്ച്. ഇനിയും കൊടുക്കുമ്പോൾ ആൾ വിചാരിക്കില്ല ഇവക്ക് പ്രാന്താണോ എന്ന് വിചാരിക്കൂലേ. അപ്പോൾ അതെല്ലാം നോക്കണ്ടേ. അങ്ങനെയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം യൂട്യൂബിൽ. അത്ര വരെ ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ടോ നോക്കട്ടെ. എൻ്റെ ഒരു കാര്യമല്ലേ. പിന്നെ ഇടക്കാരൻ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിലോ. പിന്നെ 2-3 പേരൊക്കെ ചോദിക്കുന്നതാണ് യൂട്യൂബ് ചാനൽ ഈസി പണിയാണോ എന്ന്. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഞാനൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഡബിൾ പണിയാണ് മക്കളെ, കുറേ പറയാനുണ്ടാകും. അത് വേറെ തന്നെ ഒരു വീഡിയോ കൊടുക്കേണ്ടി വരും. ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിതിലെ ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് എന്താണെന്നറിയില്ല. ഈ ഒരു മാസത്തിൽ ഇങ്ങനെ മഴയിൽ പെയ്യുമോ. എനിക്ക് ഈ ഒരു സമയത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല പനിയുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ യൂട്യൂബ് ചാനലിൻ്റെ കഷ്ടപ്പാട്. നാളത്തേക്ക് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുത്തിയിരുന്നിട്ട് വോയിസ് ഓവറെല്ലാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നാളെ മൂഡ് ഓഫ് ആവും. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ ഒരവസ്ഥ. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിയാട്ടെ, ഇതിൽ സബ്സ്ക്രൈബറിലൊന്നല്ല കാര്യം കേട്ടോ. ഓർത്തർക്കൊക്കെ ഉണ്ടാവും 1 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ഉണ്ടാവും, പക്ഷേ വ്യൂ കുറവായിരിക്കും. ഇതിൽ സബ്സ്ക്രൈബറിലല്ല കാര്യം. കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി യൂട്യൂബിൻ്റെ എങ്ങനെയാണെന്നല്ലോ. അതുകൊണ്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്ക് ടേസ്റ്റ് തന്നെയല്ലേ, കുറച്ച് ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. പക്ഷേ ചിക്കൻ കറി ഉണ്ടാണ്. എന്നെപ്പോലെ ചപ്പാത്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ കമൻ്റ് ആക്കിക്കേ. എന്നാൽ പിന്നെ ഇത്രയേ ഉള്ളൂ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വരാൻ തോന്നും. നാളെയോ മറ്റന്നാളോ. ബൈ ബൈ.